നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഹഡ്സൺ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷം വർണ്ണാഭമായി. ന്യൂയോർക്ക് കേരള സമാജം ഓണാഘോഷം സെപ്റ്റംബർ 6 ശനിയാഴ്ച 10:30 എൽമോണ്ടിൽ MLA മാണി സി കാപ്പൻ മുഖ്യാതിഥി. കാലിഫോർണിയയിൽ ചരിത്രം കുറിച്ച മങ്കയുടെ പൊന്നോണം. ഡാളസ് ക്രൈസ്റ്റ് ദ കിങ് ജ്ഞാനായ കാത്തലിക് ചർച്ച് സീനിയർ മിനിസ്ട്രി ഓണാഘോഷവും യാത്രയയപ്പും സെപ്റ്റംബർ 5. ശിവഗിരി ഫൗണ്ടേഷൻ ഓഫ് വാഷിംഗ്ടൺ DC ഓണം ചതയ ദിനാഘോഷം 2025 സമുചിതമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ഹഡ്സൺ മലയാളി അസോസിയേഷന്റെ 2025 മെഗാ ഓണം സ്പ്രിംഗ് വാലിയിലുള്ള കക്കിയാത്ത് എലിമെന്ററി സ്കൂളിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. കേരളത്തനിമയുടെ ഓണപ്പൂക്കളം, തിരുവാതിര, ചെണ്ടമേളം, മാവേലിയുടെ എഴുന്നള്ളത്ത്, നൃത്തനൃത്യങ്ങൾ, വിഭവസമൃദ്ധമായ സദ്യ എന്നിവയ്ക്ക് പുറമെ സാന്ദ്രലയ മീഡിയ അറ്റ്ലന്റ് അവതരിപ്പിച്ച ശ്രുതിമധുരമായ ഗാനമേളയായിരുന്നു മുഖ്യ ആകർഷണം. പൊതുയോഗത്തിൽ ഫോമ RVP കൂടിയായ PT തോമസ് ആയിരുന്നു മുഖ്യാതിഥി. ഹഡ്മ വൈസ് പ്രസിഡന്റ് ബിനു പോൾ അധ്യക്ഷത വഹിച്ചു. ജോസഫ് കുര്യപ്പുറമായിരുന്നു MC. വർക്കി പള്ളിത്താഴത്ത് മാവേലിയായി. ഓണത്തിന്റെ വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ വിവരിച്ച PT തോമസ്, നാം സ്വപ്നം കാണുന്ന നല്ല കാലത്തിന്റെ പ്രതീകമാണ് ഈ ആഘോഷമെന്ന് ചൂണ്ടിക്കാട്ടി. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് മഹാബലി കേരളം ഭരിച്ചതായി കാണുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള മുൾട്ടാനായിരുന്നു മഹാബലിയുടെ ആസ്ഥാനമത്രേ. ദ്രാവിഡ വംശജർ തെക്കേ ഇന്ത്യയിലേക്ക് പോന്നപ്പോൾ കൂടെ കൊണ്ടുപോകുന്നതാകാം ഈ ഐതിഹ്യം. അതുപോലെ മഹാബലിയെ പാതാളത്തിലേക്കല്ല, ഏറ്റവും ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും പറയുന്നു. കഥ എന്തായാലും നന്മയും സാഹോദര്യവും സമത്വവും നിറഞ്ഞ നല്ല കാലത്തിന്റെ പ്രതീക്ഷയാണ് ഓണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്കാരുടെ പല ആഘോഷങ്ങളും മുഖ്യധാരയിലുള്ളവർക്ക് അരോചകവും ശല്യവുമാകുന്ന തരത്തിൽ പൊതുനിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഫൊക്കാന ഇന്റർനാഷണൽ പ്രസിഡന്റ് സണ്ണി മറ്റമന ചൂണ്ടിക്കാട്ടി. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി നാം ബോധവാന്മാരാകണം. ഫൊക്കാന ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ കലാഷാഹി, ട്രഷറർ എബ്രഹാം കളത്തിൽ, ടോം നൈനാൻ, റോയ് ചെങ്ങന്നൂർ എന്നിവരും ആശംസകൾ നേർന്നു. സ്പോൺസർമാരായ സർജൻ ഡോക്ടർ വാസു ചിരുമാമില, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അമല ചിരുമാമില എന്നിവരും സംസാരിച്ചു. ജാസ്മിൻ നിയ എന്നിവരുടെ നൃത്തം, ജെംസൺ കുര്യാക്കോസിന്റെ ഗാനം, കൈലാസ് നെടുമലയിലിന്റെ വയലിൻ എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സാന്ദ്രലയുടെ ഗാനമേളയിൽ അന്തരിച്ച നടൻ NF വർഗീസിന്റെ കൊച്ചുമകൾ ഇഷ, മാറ്റ് മത്തൈസൺ, വിനീഷ്, സന്ദീപ്, ഷാജി ജോൺ എന്നിവരായിരുന്നു ഗായകർ. ന്യൂസ് ഡെസ്ക് eMalayali. ന്യൂയോർക്ക് ലോങ് ഐലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും പുരാതന സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് 53ാമത് ഓണാഘോഷം വിപുലമായി നടത്തുവാൻ തയ്യാറെടുക്കുകയാണ്. എൽമോണ്ടിലുള്ള സെന്റ് വിൻസെന്റ് ഡി പോൾ മലങ്കര കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ 6 ശനിയാഴ്ച രാവിലെ 10:30 മുതൽ സമാജത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. പാല MLA മാണി സി കാപ്പനാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. വേദപണ്ഡിതനായ രാജീവ് ഭാസ്കർ ഓണസന്ദേശം നൽകും. താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ മാവേലി തമ്പുരാന്റെ എഴുന്നള്ളത്തോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. പിന്നീടുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥി മാണി സി കാപ്പൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തും രാജീവ് ഭാസ്കർ ഓണസന്ദേശം നൽകുന്നതുമാണ്. നിറപറയും നിലവിളക്കും ഓണപ്പൂക്കളവും തിരുവാതിര, സംഘനൃത്തം, മോഹിനിയാട്ടം, സംഗീത പരിപാടികൾ എന്നിവയും, ഫോട്ടോ ബൂത്ത്, കാഞ്ചീപുരം, ബനാറസ്, കേരള സെറ്റ് സാരികൾ, ബ്രൈഡൽ കളക്ഷൻസ്, ആഭരണ സെറ്റുകൾ തുടങ്ങിയവയുടെ വിൽപ്പന ബൂത്ത് എന്നിങ്ങനെ വിവിധ ക്രമീകരണങ്ങളാണ് ഓണാഘോഷം കൊഴുപ്പാക്കുവാനായി സംഘാടകർ ക്രമീകരിക്കുന്നത്. സാധാരണ ഓണസദ്യയ്ക്ക് നൽകുന്ന എല്ലാ ഇനം കറികളോടും പായസത്തോടും കൂടിയ വിഭവസമൃദ്ധമായ സ്വാദിഷ്ട നാടൻ ഓണസദ്യ രുചിച്ചാസ്വദിക്കാനുള്ള അവസരവും ആഘോഷവേദിയിൽ ഉണ്ടായിരിക്കും. പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കുന്നതാണ്. കേരള സമാജം പ്രസിഡന്റ് സജി എബ്രഹാം, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് സിറിയക്, സെക്രട്ടറി മാത്തുക്കുട്ടി ഈശോ, ട്രഷറർ വിനോദ് KRK, വൈസ് പ്രസിഡന്റ് ബെന്നി ഇട്ടിയറ, ജോയിന്റ് സെക്രട്ടറി ജോസിസ് കറിയ എന്നിവരുടെയും കമ്മിറ്റി അംഗങ്ങളായ ലീല മാരേട്ട്, ഷാജി വർഗീസ്, ഹേമചന്ദ്രൻ പയ്യാൽ, മാമൻ എബ്രഹാം, തോമസ് വർഗീസ്, ബാബു പാറക്കൽ, തോമസ് പ്രകാശ്, ചാക്കോ കോയിക്കലത്ത്, ജെയ്സൺ വർഗീസ്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ വർഗീസ് K ജോസഫ്, പോൾ P ജോസ്, ഫിലിപ്പോസ് K ജോസഫ്, സിബി ഡേവിഡ് എന്നിവരുടെയും നേതൃത്വത്തിലാണ് ഓണാഘോഷങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് സജി എബ്രഹാം,
സെക്രട്ടറി മാത്തുക്കുട്ടി ഈശോ, ട്രഷറർ വിനോദ് KRK എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയ പ്രസിഡന്റ് സുനിൽ വർഗീസിന്റെ അതുല്യമായ നേതൃത്വ പാടവത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം കാലിഫോർണിയയിൽ ചരിത്രം കുറിച്ചു. ആഘോഷത്തിൽ ഏകദേശം 3000-ഓളം പേർ പങ്കെടുത്തു. മലയാള തനിമ നിറഞ്ഞ ഈ ആഘോഷത്തിൽ ഏകദേശം 3000 പേരോളം പങ്കെടുത്തു. നാടിന്റെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന കലാപരിപാടികളും ഓണപ്പാട്ടുകളും പൂവിളികളും രുചിയൂർന്ന ഭക്ഷണ വിഭവങ്ങളുമായി മധുരമനോഹരമായി പൊന്നോണം. റിയൽറ്റർ ഷാർജു വർഗീസ് ആയിരുന്നു ഗ്രാൻഡ് സ്പോൺസർ. സാൻ ഫ്രാൻസിസ്കോ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ രാകേഷ് അഡ്ലാഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MLAയും മുൻ മന്ത്രിയുമായ മോൻസ് ജോസഫ് ആയിരുന്നു മുഖ്യാതിഥി. കലാമണ്ഡലം ശിവദാസൻ വിശിഷ്ടാതിഥിയായിരുന്നു. മുഖ്യ കോർഡിനേറ്ററായ മേരിദാസൻ ജോസഫ് ഏവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ചരിത്രം കുറിച്ചുകൊണ്ട് മലയാള തനിമയോടെ 30ഓളം വിഭവങ്ങളുമായി പഴയിടവും സിനോയ്സ് കിച്ചനും ചേർന്നൊരുക്കിയ പഴയിടം ഓണസദ്യയായിരുന്നു ആയിരങ്ങളെ ആകർഷിച്ച പ്രധാന ഇനം. മങ്ക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായ സ്മിത രാമചന്ദ്രൻ, ലിസി ജോൺ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ പെർഫോമിംഗ് ആർട്സ് സെന്റർ ഒരുക്കിയ ഗാനമേള ഏറെ ആകർഷണീയമായിരുന്നു. മങ്ക ബോർഡ് ഓഫ് ഡയറക്ടർ ജോൺ പോൾ വർക്കി നന്ദി പറഞ്ഞു. കർമ്മനിരതരും കഠിനാധ്വാനികളുമായ മങ്ക ടീമിന്റെയും വോളണ്ടിയേഴ്സിന്റെയും അതിസൂക്ഷ്മമായ ആസൂത്രണ പാടവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നിറപ്പകിട്ടാർന്ന ഒരു പൊന്നോണം ബേ ഏരിയ മലയാളികൾക്ക് സമ്മാനിക്കാൻ സാധിച്ചത്. പ്രസിഡന്റ് സുനിൽ വർഗീസ് ഏവരെയും ഈ നിസ്വാർത്ഥ സേവനത്തിന് വ്യക്തിപരമായി അനുമോദനമർപ്പിച്ച് ആദരിച്ചു. പ്രസിഡന്റ് സുനിൽ വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഓണാഘോഷം മലയാള തനിമയുടെ പ്രതീകമായി ബേ ഏരിയ മലയാളികളുടെ മനസ്സിൽ ഒരു മധുരമുള്ള ഓർമ്മയായി എന്നെന്നും നിലനിൽക്കും. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ക്രൈസ്റ്റ് ദ കിങ് ക്നാനായ കാത്തലിക് സീനിയർ മിനിസ്ട്രി സെപ്റ്റംബർ 5-ന് ഓണം ആഘോഷിക്കുകയും ഫാദർ എബ്രഹാം കളരിക്കലിന് യാത്രാമൊഴി നൽകുകയും ചെയ്തു. ഡാളസ് ക്രൈസ്റ്റ് ദ കിങ് ക്നാനായ കാത്തലിക് സീനിയർ മിനിസ്ട്രി സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച ദേവാലയത്തിലെ പയസെക്സ് ഹാളിൽ വെച്ച് ഓണം ആഘോഷിക്കും. പരിപാടികൾ ഫാദർ ജോർജ് വാണിയപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും. തുടർന്ന് 4.5 വർഷം ഇടവകയെ സേവിച്ച ശേഷം ഷിക്കാഗോയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന വികാരി ഫാദർ എബ്രഹാം കളരിക്കലിന് സീനിയർ മിനിസ്ട്രി യാത്രാമൊഴി നൽകും. പരമ്പരാഗത ഓണാഘോഷങ്ങൾക്ക് പുറമെ ഡോക്ടർ പ്രിയ കാരക്കാട്ടിൽ ബേസിക്സ് സിമ്പിൾ വേസ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന വിഷയത്തിൽ ഒരു പ്രത്യേക പ്രസന്റേഷൻ നടത്തും. സീനിയർ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും രുചികരമായ ഓണസദ്യയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. മിനിസ്ട്രി പ്രസിഡന്റ് തിയോഫിൻ ചാമക്കാലയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളാണ് പരിപാടികൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ശ്രീനാരായണ ദർശനങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടണിലെയും മേരിലാൻഡ്, വെർജീനിയ എന്നീ സ്റ്റേറ്റുകളിലെയും ശ്രീനാരായണ വിശ്വാസികളുടെ സംഘടനയായ ശിവഗിരി ഫൗണ്ടേഷൻ ഓഫ് വാഷിംഗ്ടൺ DC-യുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ചതയ ദിനാഘോഷവും ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 24 ഞായറാഴ്ച മേരിലാൻഡിലുള്ള പ്രോട്ടോമാക് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. ദൈവദശകം ആലപിച്ച് വിളക്ക് കൊളുത്തിയ ശേഷം നടന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം ചതയം ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചു. SFWDC പ്രസിഡന്റ് ശ്രീ അജയ്കുമാർ കേശവൻ സ്വാഗത പ്രസംഗം നടത്തുകയും അതിനുശേഷം ശ്രീനാരായണ അസോസിയേഷൻ ന്യൂയോർക്കിന്റെ പ്രതിനിധിയായ സുനിൽ കുമാർ കൃഷ്ണൻ, വേൾഡ് മലയാളി അസോസിയേഷൻ ചെയർമാൻ മോഹൻ കുമാർ അറുമുഖം എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫ്ലോറിഡ കൺവെൻഷൻ 2025 കിക്ക് ഓഫും നടന്നു. പ്രസ്തുത ചടങ്ങിൽ ഫെഡറേഷൻ പ്രസിഡന്റ് ശ്രീ ബിനോക് കൺവെൻഷനെക്കുറിച്ച് സംസാരിക്കുകയും അതിനുശേഷം ആദ്യ രജിസ്ട്രേഷൻ മുതിർന്ന SFWDC അംഗം ശ്രീ പീതാംബരൻ തൈവളപ്പിലിൽ നിന്നും ബിനു സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് കേരള തനിമ പുലർത്തുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടക്കുകയും ചെയ്തു. കലാപരിപാടികൾക്കു ശേഷം SFWDC സെക്രട്ടറി ശ്രീമതി അംബിക കുമാറിന്റെ നന്ദി പ്രസംഗത്തോടുകൂടി ആഘോഷ പരിപാടികൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.